നമ്മൾ ഈ കരിവേപ്പിൻ്റെ തൈ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായി വളരാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഈ അടിയിൽ, പിന്നെ അവിടുന്ന് 2 ശിഖരങ്ങളായി വന്ന് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത്. അതുപോലെ തന്നെ ഞാൻ ചട്ടി വെച്ച് വേറെ ഒന്നുകൊണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് 4 ശിഖരങ്ങളായി വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ചിലവർ പറയും 6 മാസം കഴിയാതെ കട്ട് ചെയ്യാൻ പാടില്ല, നന്നാവില്ല എന്നൊക്കെ വെറുതെ പറയാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഉസാറായിട്ട് വരും. എന്താണ് നമ്മൾ റെഡ് ലെമൺ. ഇത് പറിച്ച് നോക്കട്ടെ, പറിച്ച് പോകുന്ന കയ്യിൽ പോകുന്നത് മുറിച്ച് ഒന്നുകൂടി ആവാണ്ട്, അതുകൊണ്ട് എല്ലാ ചെയ്യാൻ പറ്റില്ല. നമ്മളെ പെരൻ്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു മാവിനാട്ടോ, കാലാപ്പാടി അടിപൊളി മാവി. നമുക്കെല്ലാം നല്ലോണം കഴിച്ചാൽ കിട്ടിയ അടിപൊളി മാവ് തെയ്യാണ്. നല്ല അടിപൊളിയായിട്ട് ബുഷാക്കി വളർത്തുന്നുണ്ട്. ആദ്യമായിട്ട് നല്ല കടവെന്നൊക്കെ ഉള്ള നല്ല തെയ്യാണ്. തെയ്യാകുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ തെയ്യാവും, അടിപൊളി തെയ്യാണ്ട്. ഇതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് നമ്മൾ നാംഡോക്കുമായി ഗോൾഡാണെന്ന് പറഞ്ഞ് തന്നാട്ടോ. ഇങ്ങനെ പൂ ഇട്ടതിന് ശേഷം മാങ്ങ പിടിച്ചില്ല. അതൊരു അടിപൊളി തെയ്യാണ്. വീട്ടിൽ വെക്കാൻ പറ്റിയ മാങ്ങയിട്ടതൊക്കെ നാംഡോക്കുമായി, കാലാപ്പാടി, അതേമാതിരി കുളമ്പ്, അതുപോലെ തന്നെ മാപ്പസതൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാം. നല്ല മാങ്ങ. അതേമാതിരി കാട്ടിമൺ, നല്ല മാങ്ങ, അടിപൊളി മാങ്ങ. കാട്ടിമൺ ചോക്കനാന്ന് പറഞ്ഞേ, കാട്ടിമണ്ണിൻ്റെ തെയ്യാൻ വെച്ചത് മുറ്റത്ത്. അടിപൊളി തെയ്യ. അടുത്തെല്ലാം കായ്ക്കുന്ന വിചാരിക്കണം. ചിലരുടെ ചന്ദ്രക്കാരനാണ്, ചന്ദ്രക്കാരൻ്റെ തെയ്യ. ഈ തെയ്യൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കിട്ടും. അടിപൊളി തെയ്യ. പെരൻ്റെ മുറ്റത്തൊക്കെ പറ്റിയ മറ്റൊരു മരമാണ് സീതപ്പഴം. നല്ലോണം കായ്ച്ചു. എന്താ സംഭവിച്ചാൽ ഈ ഉറുമ്പ് നിറഞ്ഞിട്ട് ഉറുമ്പ് ഇങ്ങനെ ഇതൊക്കെ കൊഴിച്ചാണ് ഇതിൻ്റെ പൂക്കൾ. അപ്പോൾ അതുകൊണ്ട് ജമ്പടിച്ചാൽ ആ പ്രശ്നം തീരും. ഇപ്പോൾ അതുകൊണ്ട് ഒന്ന് പിടിച്ചിട്ടുള്ളൂ, ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട്. മറ്റേ 8 പിടിച്ചിനി. അതേപോലെ അടിപൊളി തെയ്യാണത്. എന്താ ബനാന മാങ്ങ, അത് നല്ല തെയ്യാണ്, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. ഒരട്ടം പോട്ടിന് അടുത്തുള്ള ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ 4 ചെയ്തതാട്ടത്. 4 തരം മാവ് ചെയ്തത്. ഇത് നാംഡോക്കുമായിയാണ്, ഇത് കാലാപ്പാടിയാണ്, നീമാപ്പസന്താണ്, ഓൾ സീസണാണ്. 4 ചെയ്തത് നമ്മൾ.